എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് കണ്ടോ? ഞങ്ങളുടെ മരമുന്തിരിയുടെ ചുവട്ടിലാണ്. ഇപ്രാവശ്യം മരമുന്തിരിക്കൊരു പ്രത്യേകതയുണ്ട് പൂത്തിരിക്കുന്നതിന്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, സാധാരണ മരമുന്തിരി ഒന്നിച്ച് പൂക്കും, ഒന്നിച്ച് മൂത്ത് വരും. ഒരേ വലിപ്പത്തിലുള്ള കായ്കളായിരുന്നു മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം മാത്രം കണ്ടോ, പഴുത്ത മുന്തിരിങ്ങയുണ്ട്, ഇന്ന് വിരിഞ്ഞ പൂവുണ്ട്, ഇന്നലെ വിരിഞ്ഞ പൂക്കളുണ്ട്, ചെറിയ കായ്കളുണ്ട്, മുഴുത്ത പച്ചക്കായ്കളുണ്ട്. അപ്പോൾ ഇതൊരു കാലാവസ്ഥ കൊണ്ടാണ് എന്തോ കണ്ടോ ഇപ്രാവശ്യം നല്ല സൂപ്പറായിട്ട് പൂത്തിരിക്കുന്നത്. മരമുന്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുളി കുറവാണ്, മധുരം കുറവാണ്, പക്ഷെ നല്ല ഫ്രഷായിട്ടുള്ള പഴമാണ്. അതിൻ്റെ തൊണ്ടിനൽപ്പം മുന്തിരിയേക്കാൾ കനം കൂടുതലാണെന്ന് മാത്രം. ബാക്കിയെല്ലാം മുന്തിരിയെ പോലെ തന്നെ. മരത്തേൽ പേര പോലെയാണ് അതിൻ്റെ തൊലി ഇരിക്കണേ. അതിൽ ചേർന്ന് മരത്തേലാണ് ഒട്ടി ഒട്ടി ഇലുമ്പി പൂക്കുന്ന പോലെ പൂത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാവുന്നൊരു പഴമാണ്. ഷുഗറുകാരാണേലും പഴങ്ങൾ കഴിക്കണമല്ലോ. പണ്ട് മധുരമുള്ളതൊന്നും പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മധുരം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം. ചോറ് കുറച്ചിട്ട് നമുക്ക് പഴങ്ങൾ കഴിക്കാം. അപ്പോൾ കഴിക്കാവുന്ന ഒരു പഴമാണിത്. കണ്ടോ, ഇതിനാകെ ഇത്ര വലുപ്പമുള്ളൂ. ഒരു കരിവേപ്പ് പോലെ നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നാരകമാണ്. ആ നാരകയും മരമുന്തിരി കാരണം വേഗം പൊങ്ങിപ്പോവാണ്. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു കറിവേപ്പാണ്. ഈ കറിവേപ്പ് പോലെ തന്നെ ആണ് ഇതിൻ്റെ ശകരങ്ങൾ. കറിവേപ്പിൻ്റെ ശകരങ്ങൾ നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. കറിവേപ്പ് പോലെ വളരും, പേര പോലെ ഇരിക്കും. മുന്തിരിയുടെ സ്വാദുള്ള പഴം. ആ പഴത്തിന് മധുരവും പുളിയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഷുഗറുകാർക്ക് കഴിക്കാം. അപ്പം ഈ മരത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതേപോലെ ഇത്ര പ്രത്യേകതയായിട്ട് ഇതിപ്പം എല്ലാ ദിവസവും ഇതിന് ഇന്നും പഴം കിട്ടുന്ന നാളെയും പഴം കിട്ടുന്ന പോലെ അതേ അവസ്ഥയിലാണ് ഇത് പൂത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭംഗ തുമ്പത്ത് വരെ പൂത്തിട്ടുണ്ട്. മൊത്തം തളിർത്തിട്ടുമുണ്ട് ആ ഒപ്പം തന്നെ. അങ്ങനെ ഒരു മഴ കൊണ്ടാണോ നമ്മുടെ കാലാവസ്ഥയുടെ വ്യത്യാസമാണോ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ മരമുന്തിരി പൂത്തിരിക്കുന്നത് നല്ല വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ മരമുന്തിരി ചട്ടി വളർത്തുവാണെങ്കിൽ ഇത്രയും വലുതാവില്ല എന്ന് കേൾക്കുന്നു. ഒരു വീടിന് ആവശ്യത്തിന് ഒരു വർഷത്തിൽ പല പ്രാവശ്യം ഈ മരമുന്തിരി പൂക്കും. ഇതിപ്പം തന്നെ ജനുവരിയിൽ പൂത്തു പെട്ടെന്ന് പിന്നെ കായ്കൾക്ക് മൂത്ത് വരാൻ, മാങ്ങയും പേരയ്ക്കും ഒന്നും പോലെ അത് മൂത്ത് വരാൻ കാലതാമസവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചട്ടിക്കകത്തൊക്കെ, ഒരു വലിയ ചട്ടിക്കകത്തോ ഡ്രമ്മിനകത്തോ മരമുന്തിരി നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ നിലത്താണ് നട്ടിരിക്കുന്നത്, നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവനും ആ മരമുന്തിരിങ്ങ തിന്നാമെന്ന് വിചാരിക്കും. ഇനി ഇതിനകത്തൊരു കായുണ്ട്. ആ കായ് ഇലുമ്പിക്കയുടെ കാ പോലെ, കാന്ന് മാത്രം നമ്മൾ കഴിക്കരുത്. കഴിച്ച് കഴിഞ്ഞ് ചിലപ്പം കിഡ്നി സ്റ്റോണൊക്കെ വരാനാണ്. എൻ്റെ കായ്ക്ക് ഒത്തിരി ബലമൊന്നുമില്ല. അപ്പം ദഹിച്ച് പോയെങ്കിൽ ചില ഒരു പക്ഷേ നമുക്കത് കിഡ്നി സ്റ്റോൺ വരാൻ കാരണമാകുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ കോഴിക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പൊഴിഞ്ഞ് വീഴുന്നത് മുഴുവനും കോഴി അഴിച്ചു വിടുമ്പോഴേ വന്ന് തിന്നോളും. അതുകൊണ്ട് നമുക്ക് പരിസര മലിനീകരണവും വരികയില്ല. ഇതിൻ്റെ ചോട്ടിൽ, ഇലുമ്പിയുടെയൊക്കെ ചോട്ടിൽ വീണ് കിടന്നിട്ട് ഒരു പുളിച്ച മണമൊക്കെ വരും. അതുപോലെയൊന്നുമില്ല. ഇത് പക്ഷികളും കിളികൾ ഇപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കിളികൾ വരാൻ സമയമാകുന്നുള്ളൂ. പച്ചിലക്കുടുക്കകൾ അല്ലെങ്കിൽ പിന്നെ കരികലപ്പടയാണ് വരുന്നതെങ്കിൽ ഇതിലുള്ള പഴുത്തത് ഒരു കൂട്ടത്തോടെ വന്ന് ഈ പഴുത്തത് മുഴുവൻ തിന്നിട്ടേ അവർ പോകുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ പഴം നിറച്ചുണ്ടായെന്നോർത്തോടെ നമ്മളതിൻ്റെ ചുവട്ടിലൊന്നും ഒരു അഴുക്കും പരിസര മലിനീകരണമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. ഇതിൻ്റെ ചുവട് കണ്ടോ, നല്ല വൃത്തിയായിട്ടാണ് കിടക്കണേ. എന്നും പഴം വീഴുന്ന ചോടാണ്, പക്ഷെ നല്ല ഉണങ്ങി തന്നെ കിടക്കണേ. അതുപോലെ പക്ഷികൾക്കും മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും ഇഷ്ടമുള്ളൊരു പഴമാണിത്. കണ്ടോ, ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതിനകത്ത് ഫ്ലഷ് കണ്ട മുന്തിരി പോലെ തന്നെ ഫ്ലഷ്. ഇത് തിന്നാൻ കൊള്ളാം. ഇതിനകത്തൊരു കുരുവുണ്ട്, കുരു കളയണമെന്ന് മാത്രം.
ഇതിൻ്റെ തൊലിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. തൊലി കണ്ടോണം, ഞാൻ പൊട്ടിച്ച് ചെയ്യുമ്പം കണ്ടോണം. കണ്ടോ, തൊലിക്ക് നല്ല കട്ടിയുണ്ട്. മുന്തിരിയുടെ തൊലിയെക്കാട്ടിലും അല്പം കൂടെ കട്ടിയുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും മുന്തിരി പോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.